கண்ணீர் துடைக்கின்றார், காயங்கள் அனைத்தையும் கட்டுகிறார், கண்ணீர் துடைக்கின்றார். கலங்கிடவே வேண்டாம், கலங்கிடவே வேண்டாம், கலங்கிடவே வேண்டாம், கலங்கிடவே வேண்டாம். இயேசு கைவிட மாட்டார், இயேசு கைவிட மாட்டார். എല്ലാവരും പ്രാർത്ഥിക്കുന്നു അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആഗ്രഹം തരണം, പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരണം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം തരണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം പറയണം, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അനുസരിക്കാൻ വയ്യ, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ തരണം. ദൈവം ചോദിക്കും, നമ്മളായിരുന്നാ ചോദിക്കൂലേ? നമ്മളെ മക്കളുടെ അടുത്ത് നമ്മൾ ചോദിക്കൂലേ? ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് വയ്യല്ലോ, പിന്നെ നീ പറയുന്നത് ഞാൻ കേൾക്കണോ? അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉത്തരങ്ങൾ നമ്മൾ പലരും പറയും, എത്ര നാളായി കർത്താവേ ഞാൻ ഈ വിഷയത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കും, ഇതുവരെ വല്ല ഒരു ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്താണ് ഉത്തരം കിട്ടാന്ന് അറിയാമോ? കർത്താവിന്റെ കുറ്റമല്ല. ഇപ്പോഴും ഇവിടെ നമ്മൾ വായിച്ചത് പാപമോചനവും മാനസാന്തരവും പാപമോചനവും. മാനസാന്തരം വരണം നമ്മുടെ ജീവിതത്തിൽ. പല കാര്യങ്ങളും ഇനിയും നമ്മൾ മാനസാന്തരപ്പെടാനുണ്ട്. മാനസാന്തരം വരണം നമ്മുടെ ജീവിതത്തിൽ. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വരണം. വേറൊരു ഭാഗത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, കുരുകിൽ പാറിപ്പോകുന്നതും മീബൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഇതുവരെ വന്നില്ല എങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഉത്തരം ഇതുവരെ വന്നില്ല എങ്കിൽ കാരണക്കാരൻ ദൈവമല്ല, അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള കരുതും. കർത്താവ് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷെ എന്തെന്നറിയാമോ? നമ്മെ ഒന്ന് പണിത് പൊന്നുപോലെ ആക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. നീ ഇന്ന് ചേറ്റിൽ കിടക്കുകയാണോ? ചേറ്റിൽ കിടന്ന് നമ്മയല്ലേ കർത്താവ് വലിച്ചെടുത്തിട്ട് നമ്മെ ഒന്ന് ശുദ്ധീകരിക്കണം. ഈ വചനം കൊണ്ട്, അതാണ് പറയണത്, നമ്മൾ വചനം വായിക്കണം. നമ്മൾ ദൈവവചനത്തിൽ കർത്താവിനെ അന്വേഷിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും കർത്താവുമായുള്ള നല്ലൊരു ബന്ധത്തിലേക്ക് നമ്മൾ വരികയും വേണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, നമുക്ക് മാനസാന്തരം വരുമ്പോൾ പാപമോചനം, മറ്റുള്ള ജീവിതത്തിന്റെ ക്രമപ്പെടുത്തൽ, കുടുംബത്തിന്റെ ക്രമപ്പെടൽ എല്ലാം വരും. അതിന്റെ പിറകെ വന്നോളും. അതാ പറഞ്ഞ ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും കിട്ടും. അതിനായിട്ട് നമ്മൾ ഈ കിടന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമ്മൾ കിടന്ന് ഇത്രയും കൂടെ നിലവിളിക്കുകയൊന്നും വേണ്ട. നമ്മളെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടിയുള്ള എല്ലാം നമുക്ക് ഒരുക്കി തരും. അത് കർത്താവിന്റെ നീതിയാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ഇന്ന് സത്യം പറഞ്ഞ ഇന്ന് കേട്ട വചനങ്ങള് ദുഷ്കാലമാണ്, ഇനി അധികം സമയമില്ല, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനുള്ള സമയം കടന്നു പോയി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആദ്യം ക്രമപ്പെടുത്തണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം തുടർന്ന് ഇങ്ങനെ ഒരു വചനം കണക്റ്റായിട്ട് ഇങ്ങനെ വരില്ല അല്ലേ? അപ്പൊ നമുക്കിപ്പോ ഇവിടെ നമ്മൾ വായിച്ചത് സക്കായിയെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അപ്പൊ അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, കർത്താവ് എരിഹോവിലെത്തി കടന്നു പോവുകയാണ്. അപ്പൊ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ. അവൻ ആരാണ്? ചുങ്കക്കാരിൽ കരം പിരിക്കുന്നതിൽ പ്രമാണിയാണ്. അവൻ ആരാണ്? പിന്നെ ആരാണ്? ധനവാനാണ്. ഈ ചുങ്കക്കാരിൽ പ്രമാണിയായ ഈ സക്കായി ധനവാനാണ്. സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ഈ സക്കായിക്ക് യേശുവിനെ കുറിച്ച് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടില്ല. ഈ യേശുവിനെ കുറിച്ച് കാണുകയും കേൾക്കുകയും അവനിൽ നിന്ന് നന്മകൾ അനുഭവിക്കുകയും പല രോഗസൗഖ്യങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്ത നമുക്കുണ്ടോ ഇത്രയും വലിയ ആഗ്രഹം? ഇവിടെ സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണേണ്ടതിന് ശ്രമിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വളർച്ചയിൽ കുറുകിയനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിയില്ല. പക്ഷെ ഈ സക്കായി വളർച്ചയിൽ പൊക്കമില്ല, വളർച്ചയിൽ കുറുകിയവനാണ്. അതുകൊണ്ട് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് യേശുവിനെ ഒന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാണാൻ പറ്റാതെ വന്നപ്പോ അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? എന്നാലേ അവൻ മുമ്പോട്ട് ഓടി. ഈ ഓടിയത് ആരെന്നറിയാമോ? ധനവാനായ ഒരു മനുഷ്യനാണ്. നമ്മൾ ഒരു കൂട്ടം ജനങ്ങള് യേശുവിന്റെ കൂടെ പോകുമ്പോഴും നമ്മളും അതിന്റെ ഇടയിലുണ്ട്. നമുക്ക് യേശുവിനെ കാണുമ്പോൾ നമ്മൾ ഇത്രയും ധനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഓടും. പക്ഷേ
ഞാനൊരു പണക്കാരനല്ലേ, ഞാനെങ്ങനെ ഇത്രയും ആളുകളുടെ പോച്ച് ഇങ്ങനെ അവരെ മുമ്പ് ചോറ് നാണൊക്കെ ചേ എന്ന് നമ്മൾ വിചാരിക്കൂലേ? ഈ ധനവാനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യനാണ് യേശു കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ പുരുഷാരത്തെ തള്ളി പിറവ് മാറ്റി അവൻ ഓടുകയാണ്. അവൻ ഓടുക മാത്രമല്ല, അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി ഒരു വൃക്ഷത്തിന്റെ ഉയരെ കയറുകയാണ്. ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇത്ര ധനവാനായ ഒരു മനുഷ്യൻ യേശുവിനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഓടി ഒരു മരത്തിന്റെ ഉയരെ കയറുകയാണ്. നമ്മളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഈ യേശുവിനെ അനുഭവിച്ചവരായ നമ്മൾ എത്രമാത്രം നമുക്ക് ഈ ദൈവത്തെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, എത്രമാത്രം ഈ ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ പഠിക്കാനുള്ള സകല സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇപ്പൊ തീരെ ഒന്നും അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ അടുത്ത ഒരു സൗകര്യം കൂടെ എടുക്കുന്നു. എത്ര പേര് വരുമെന്ന് അറിയണം. ശനിയാഴ്ച ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇതിൽ എത്ര പേര് വരുമെന്ന് അറിയാം. എത്ര പേർക്ക് ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാകും. അപ്പൊ അങ്ങനെ ഈ സക്കായി ഇത്രയും പണമുള്ള മനുഷ്യൻ, സത്യമായിട്ട് ഞാനാണെങ്കിൽ ഓടൂല ഇതിൻ്റെ ഇടയിൽ. പ്രത്യേകിച്ച് ഇത്രയും പണം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തരായിരിക്കും? അഹങ്കാരമായിരിക്കും അല്ലേ? നമ്മക്കൂടെ ഒന്നുമില്ലാത്ത നമ്മൾ പോലും യേശുവിനെ കാണാൻ ഇങ്ങനെ ഓടൂല. പക്ഷെ ഈ സക്കായി അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്, യേശുവിനെ എനിക്കൊന്ന് കാണണം എന്നുള്ള അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് അവനെ കൊണ്ട് ചെയ്യിച്ചത്. അവൻ ഓടി ഒരു കാട്ടത്തിമേൽ കയറി. അടുത്ത 5-ാം വാക്യം പറഞ്ഞു, അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ ആ സ്ഥലത്ത് യേശു കർത്താവ് ആ കാട്ടത്തിമരത്തിന്റെ അടുത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. അതെ, നമുക്ക് കർത്താവിനെ കാണണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ ആരറിയുന്നുണ്ട്? നമ്മളെ കർത്താവ് അറിയുന്നു. ഈ സക്കായിക്ക് യേശു കർത്താവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവൻ ചെയ്യുന്ന ഈ പ്രവൃത്തി യേശു കർത്താവ് കണ്ടു. ആ മരത്തിന്റെ മൂട്ടിൽ വന്നപ്പോൾ തന്നെ കർത്താവ് മുകളിലോട്ട് നോക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളുടെ ഓരോ വിചാരങ്ങളും, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളും വേദനകളും നിരാശകളും പരാതികളും ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഈ ദൈവം അതിന്റെ മൂട്ടിൽ വന്നപ്പോൾ അതിന് മുകളിലോട്ട് നോക്കുകയാണ്. മുകളിലോട്ട് നോക്കിയിട്ട് അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവനോട് പറഞ്ഞു. ഉടനെ കർത്താവ്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത? അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കർത്താവിനെ സന്തോഷത്തോടെ സക്കായി കണ്ടവരെല്ലാം അവൻ പാപിയായ മനുഷ്യരോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലെ, കാണുന്ന ആൾക്കാർക്ക് എന്നും പുറകുറുപ്പും കുറ്റം പറിച്ചിലും തന്നെയാണുള്ളത് അല്ലേ? നമ്മളെ ഇന്ന് കുറ്റം പറയും. യേശുവിന്റെ പിറകെ പോയി, നിനക്ക് എന്തൊരു കിട്ടാനാണടി പോയത്? നിനക്ക് നമ്മളെ പാരമ്പര്യം കളഞ്ഞിരുന്ന് എന്തിനടി പോയത്? നിനക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നടി? ഇതൊക്കെയല്ലേ നമ്മുടെ അടുത്തും ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്തും ചോദിക്കുന്നത്. ആളുകൾക്ക് പറയാൻ ഇതേ ഉള്ളൂ, അവർക്ക് എന്തെങ്കിലും കിട്ടണം, പുറു കൊടുക്കണം. അതുകൊണ്ട് യേശുവിനെ കിട്ടിയത് തന്നെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് സന്തോഷിക്കാമോ? യേശുവിനെ കിട്ടിയല്ലോ, അതേ നമുക്ക് കിട്ടും. അതിന്റെ അപ്പുറമൊന്നും നമുക്കില്ല. യേശുവിന് കിട്ടിയതിന്റെ അത്ര പോലും നമുക്കില്ല. അതുകൊണ്ട് ആര് പുറകുറുത്താലും, ആര് നമ്മെക്കുറിച്ച് നീ എന്തിന് പെന്തക്കോസിൽ തുള്ളാൻ പോയി ഇങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മളെ കളയുക, ഒരു ചെവി കൊണ്ട് കേട്ട് നമ്മളെ കളയുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അവർ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ ആളുകൾ കുറവ് കൊടുക്കുന്നു. അപ്പൊ സക്കായിയോ നിന്ന് കർത്താവിനോട്, സക്കായി അവിടെ നിന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. സക്കായിയുടെ അടുത്ത് കർത്താവ് പറഞ്ഞു, സക്കായി ഇനി വാ, നീ എത്രമാത്രം കരം പിടിച്ച് അധികം പിടിച്ചിട്ടുണ്ട്, മടക്കിക്കൊടു. എങ്ങനെയാണ് നീ സമ്പാദ്യം എത്ര ഉണ്ടാക്കിയത്? അത് 4 മടങ്ങ് എല്ലാവർക്കും കർത്താവ് പറഞ്ഞ സക്കായിയുടെ അടുത്ത് കർത്താവ് പറഞ്ഞില്ല. പക്ഷേ മാനസാന്തരം എന്ന് പറയുന്നത് ഇതാണ്. ഒരു മാനസാന്തരത്തിന്റെ അനുഭവമാണ് സക്കായിയുടെ ജീവിതത്തിലുണ്ടായി. ഒരുവന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തക്കവണ്ണം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും വലിയ ഒരു മാറ്റമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യഥാർത്ഥമായി നാം പണ്ട് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ചിന്ത, നാം പണ്ട് ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള അനുതാപം, അത് നമ്മൾ ഓർക്കണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. പണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപം, നമ്മളെല്ലാവരും മോശമൊന്നും അല്ലായിരുന്നു, പലരും പല പാപമൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? പാപം ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ആ ദുഃഖത്തിലേക്ക് നമ്മെ നയിക്കണം. കർത്താവ്, ഞാൻ ഇന്നതൊക്കെ ചെയ്തു പോകും. ആ ദുഃഖത്തിലേക്ക് നമ്മൾ നയിക്കുകയും
അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി കർത്താവിനോട് യാചിക്കുകയും ചെയ്യുന്ന ഒരനുഭവം. ഇതാ മാനസാന്തരം. ചെയ്തുപോയ പാപത്തെക്കുറിച്ച് ഓർക്കണം. ഈ പാപം പാപമാണ് എന്ന് ഞാൻ ചിന്തിക്കണം. കർത്താവെ, ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം വേണം, എനിക്കൊരു വ്യത്യാസം വേണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി കർത്താവിനോട് ഏറ്റുപറയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റുപറയണം. ഇവിടെ സക്കായി എന്ത് ചെയ്തു? കർത്താവിനെ കണ്ടപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ സൃഷ്ടാവായ ദൈവമാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. സക്കായിക്ക് ദൈവത്തിന്റെ പ്രകാശം കണ്ടപ്പോൾ, ആ പ്രകാശം അവനിൽ ഉദിച്ചപ്പോൾ അവൻ ആരെ നോക്കണം? അവൻ അവനെ തന്നെ നോക്കണം. നമ്മൾ കർത്താവിനെ കണ്ടുവെങ്കിൽ നമ്മൾ നമ്മളെ നോക്കണം. നമ്മൾ ഇനിയുമുള്ള അഴുക്ക് ഏതാണ്? ഇനിയും നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് എന്തോന്നാണ്? അസൂയയാണോ? കുശുമ്പാണോ? ഏത് സ്വഭാവമാണ് ഇനിയും? അതാ കർത്താവിനെ നമ്മൾ കണ്ടവരാണെങ്കിൽ, നമ്മൾ സക്കായി കർത്താവിനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞില്ല, നീ നിന്റെ വസ്തുവകയിൽ പാതി കൊടു, അല്ലെങ്കിൽ എന്തെങ്കിലും അധികം പിരിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ സക്കായി അങ്ങോട്ട് പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും അധികം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയത് സക്കായി ഇപ്പൊ ആദ്യമായിട്ടാണ് കർത്താവിനെ കാണുന്നത്. നമ്മൾ എത്രയോ നാളുകൾ അവന്റെ സന്നിധിയിൽ വന്ന് അവന്റെ അനുഗ്രഹങ്ങളും അവന്റെ നന്മകളും അവന്റെ ആഴമേറിയ സ്നേഹവും എന്തെല്ലാം നമ്മൾ അനുഭവിച്ചതാണല്ലേ ഈ കർത്താവിന്റെ. പക്ഷെ നമുക്ക് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് അതാ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കർത്താവ് ഉത്തരം തരണം. കർത്താവ് ചോദിക്കൂലേ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കൂലേ? ഇവിടെ ചോദിച്ചില്ല, സക്കായിയുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിന്റെ പ്രകാശം അവന്റെ മുമ്പിൽ നിന്നപ്പോൾ, അവൻ കർത്താവിനെ കണ്ട സമയത്ത് അവൻ അവനിലേക്ക് നോക്കി. എന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ ഏതാണെന്ന് അവന് വെളിപ്പെട്ട് കിട്ടിയാൽ നേരം ആ സമയത്താണ് സക്കായി പറയുന്നത്, ഞാൻ എൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കും. കർത്താവെ, എന്തെങ്കിലും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 മടങ്ങ് ഞാൻ കൊടുക്കും. ഇതാ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മൾ മാനസാന്തരപ്പെടുന്ന ദിവസങ്ങളിൽ നേരത്തെ ഞങ്ങൾ കേട്ടതുപോലെ സമയം ഇനി അധികമില്ല. ഇത് ദുഷ്കാലമാണ് വരാനിരിക്കുക. ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ഒന്നും നല്ലതല്ല. അതൊക്കെ നമ്മളെ മുമ്പാകെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം നമ്മൾ തന്നെ പരിശോധിച്ചിട്ട് ഇനി എന്താണ് കർത്താവിനോട് ചോദിക്കണം. എന്താണ് കർത്താവ് എന്നിൽ നിന്ന് എനിക്ക് മാറ്റാനുള്ളത്? ഞാനും നിങ്ങളും ദൈവത്തോട് ചോദിക്കണം. ഏത് സ്വഭാവമാണ് കർത്താവ് എന്നിൽ നിന്ന് എനിക്ക് മാറ്റാനുള്ളത്? നമ്മൾ കർത്താവിനോട് ചോദിക്കണം. ആത്മാർത്ഥമായി നമ്മൾ കർത്താവിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമാണ്. ആഗ്രഹമുള്ളവർക്ക്, അതാണ് പറഞ്ഞാൽ, ആ മാനസാന്തരത്തിലേക്ക്, അല്ലെ, ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള അനുതാപ ഹൃദയത്തോടെ, അത് തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ, ആ തെറ്റിൽ നിന്നും കർത്താവ് എനിക്കൊരു വിടുതൽ വേണമെന്നുള്ള ആഗ്രഹത്തോടെ നാം കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്ത് കുറവാണ് കർത്താവ് ഇനി ഞാൻ മാറ്റേണ്ടത്? ഓരോ ദിവസവും ചോദിച്ചിട്ട് കർത്താവിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നോക്കും. അതാ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഇവിടെ അർത്ഥവാക്യത്തിൽ പറയുന്നു, യേശുവിനോട്, ഇന്നും ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതാണ് ഈ വീട് മുഴുവൻ രക്ഷ വന്നു. നമുക്ക് ആവശ്യം എന്താണ്? രക്ഷയാണ് ആവശ്യം, അല്ലേ? നമുക്ക് രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരണം. നാശത്തിലേക്ക് പോകാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. 2 സ്ഥലമേ ഉള്ളൂ. ഏതൊക്കെയാണ്? സ്വർഗവും നരകവും. എവിടെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. 2 സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് പോകാനായിട്ട്. അപ്പൊ ഇവിടെ സക്കായിക്ക് ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നു. നമ്മൾ ഇന്ന് വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ രക്ഷ നമ്മൾ കരസ്ഥമാക്കണം. അതാ ബൈബിൾ പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ, ലോകം മുഴുവൻ പിടിച്ചടക്കി വസ്തുവകകളും കാരണം അതും ഇതും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് അവന്റെ ജീവൻ കർത്താവ് ചോദിച്ചാൽ അവൻ എവിടെ പോകും? മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തി എവിടെ പോകും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് പോവാം. കൊടുത്തിരിക്കുന്ന ഡ്രസ്സ് പോലും ആവശ്യമില്ല ആത്മാവിന് പോകേണ്ടതിന്, ഒന്നും കൊണ്ടുപോകില്ല. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടുക. ഈ ദിവസങ്ങളിൽ മാനസാന്തരം, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ആവശ്യം. മാനസാന്തരപ്പെടണം. ഓരോ കാര്യങ്ങളിലും മാനസാന്തരപ്പെടണം. ചെയ്തുപോയ തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ വന്നു. നമ്മൾ മനുഷ്യരാണ്, അല്ലേ? പെട്ടെന്ന് നമ്മളെ വായിന്ന് ഒരു വാക്ക് വന്നു, തെറ്റ് വന്നു.
വന്നുപോയി. ഏറ്റു പറയണം കർത്താവിൻ്റെ അടുക്ക, കർത്താവെ വന്നുപോയി, ക്ഷമിക്കണമേപ്പ. നമ്മള് കണ്ണുനീരോടെ ആ തെറ്റിനെ കുറിച്ച് നമുക്ക് ബോധം വരുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും. ഞാൻ പറഞ്ഞ തെറ്റാണ്, ആ ബോധം കണ്ണുനീരോടെ കർത്താവിനോട് നമ്മൾ ഏറ്റു പറയുമ്പോൾ പറയും, ശരി പോലെ ക്ഷമിച്ചു, ശരി മോനെ ക്ഷമിച്ചു. കർത്താവ് അത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ദിവസങ്ങളിൽ എല്ലാവരും മാനസാന്തരപ്പെട്ട് ഈ രക്ഷ കരസ്ഥമാക്കണം. ഈ രക്ഷ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളിവിടെ ഇപ്പൊ എല്ലാവരും കർത്താവ് ഈ സമയത്താണ് വരുന്നതെങ്കിൽ കർത്താവ് വരെയാണ്, ആർപ്പുള്ളി കേൾക്കുകയാണ്, ദൂതന്മാരുടെ ആർപ്പുള്ളിയെ കേൾക്കുകയാണ്. എല്ലാവരും എടുക്കപ്പെട്ട് ഞാൻ ഇവിടെ ആയിപ്പോയി, എന്തായിരിക്കും എൻ്റെ ഗതി, ദൈവമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവമക്കൾ എല്ലാവരും പോയി, കർത്താവ് എനിക്കിനി ആര്? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണം. ഓരോരുത്തരും, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാവരും പോയാൽ കർത്താവ് പിന്നെയുള്ള എൻ്റെ ഗതി എന്തായിരിക്കും? നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തിയ ദിവസങ്ങളിൽ ക്രമപ്പെടുത്തുക. ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക, രക്ഷ കരസ്ഥമാക്കുക. എന്നിട്ട് കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അതെ, കാണാതെ പോയ ആടുകളായിരുന്നു നമ്മളെ തിരഞ്ഞു വന്നത്, നമ്മൾ ഓടിച്ചെന്നതല്ല. കർത്താവ് നമ്മെ തിരഞ്ഞു വന്നതാ, നമ്മെ രക്ഷിച്ചുവെങ്കിൽ ഈ രക്ഷ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഓരോ കുറവുകളും വരുമ്പോൾ കുറവുകളായിട്ട് കാണാനായിട്ട് കൃപ തരണമേ കർത്താവ്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് അത് തെറ്റൊന്നുമല്ല. അത് തെറ്റ് വന്നു, അതൊന്നും തെറ്റല്ല. നമ്മളെ തന്നെ ന്യായീകരിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ കർത്താവ് കാണുന്ന കുറവുകളായിട്ട് എനിക്ക് കാണാം, എൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സത്യമായിട്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുറവുകളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ നമ്മൾ അതിനെ ഏറ്റുപറയണം, വന്നുപോയപ്പ ക്ഷമിക്കണമേ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഓരോ ദിവസവും ദൈവമായുള്ള ബന്ധത്തിലേക്ക് മുമ്പോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും.